അയാൾ പറയുന്നു 10 കൊല്ലം കഴിഞ്ഞാൽ സുന്നികൾ മുഴുവനും പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും, എഴുതി വെച്ചോളൂ, അത് നടന്നിട്ടില്ലെങ്കിൽ എന്റെ കാത് മുറിച്ചോളൂ. ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് എത്ര കൊല്ലമായി പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ബുദ്ധിയും ഇവരുള്ള ഒരൊറ്റ പെണ്ണിന്ന് വരെ പോയിട്ടുണ്ടോ? ബുദ്ധിയും ഇവരുള്ള ഒരൊറ്റ പെണ്ണിന്ന് വരെ പോയിട്ടുണ്ടോ? അത് പോവില്ല. അയാൾ അങ്ങനെ പ്രഖ്യാപിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് പോവില്ല. ഈമാനുള്ള ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് പോവില്ല. യാതൊരു സംശയവും വേണ്ട. എങ്ങനെ അവര് പോകും? അവര് വിശ്വസിച്ചത് അശ്ഹദു അന്ന മൗലവി റസൂലുള്ളാഹ് എന്നല്ല, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അല്ലാഹ് പറഞ്ഞയച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയാണ് പറഞ്ഞു ഉബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. ആ നബി തങ്ങളെ ധിക്കരിക്കുന്ന സ്ത്രീകൾ മാത്രമേ പള്ളിയിൽ ജുമാ ജമാഅത്തിന് വേണ്ടി പോവുള്ളൂ. യാതൊരു സംശയവും ഇല്ല. അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ച സ്ത്രീകളല്ലാതെ പള്ളിയിലേക്ക് പോവുകയില്ല. ഹൃദയത്തിൽ ഈമാനുള്ള സ്ത്രീകൾ പള്ളിയിലേക്ക് പോവുകയില്ല. ഈ മനുഷ്യനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാത്തുകളായ വനിതകളെ കുറിച്ച്, മഹദികളായ നമ്മുടെ നേതാക്കന്മാരായ അഹ്ലുസുന്നയുടെ നേതൃപദവിയിൽ വരുന്ന മഹദികളായ സഹാബി വനിതകളെയല്ലേ ഈ വിവരം കെട്ട മൗലവി തെറി പറഞ്ഞത്? ഈമാനുള്ള സ്ത്രീകൾ പള്ളി പോവില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യാ പദവി അലങ്കരിച്ച, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യാ പദവി അലങ്കരിച്ച, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഒരു സഹാബിയുടെ ഭാര്യാ പദവി അലങ്കരിച്ച, സുന്ദരിയും ഈമാനിക വീര്യമുള്ള സ്ത്രീയുമാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കോറിയിട്ട ആത്തിക്ക റളിയല്ലാഹു അൻഹ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ എളാപ്പയുടെ മകളും കൂടിയാ. ആത്തിക്ക റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമല്ല, അത് ഇനി ഹിജാബിന്റെ ആയത്ത് വരുന്നതിന്റെ മുന്നേ ഈ പൊട്ടൻ മൗലവി പ്രസംഗിക്കരുത്. അതിനാണ് ഞാനത് പറയുന്നത്. ഹിജാബിന്റെ ആയത്തും കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് ഇവിടെ പറഞ്ഞ്, ഒന്നാമത്തെ ഖലീഫ ഇവിടെ പറഞ്ഞ്, രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന കാലത്ത് ആത്തിക്ക റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയല്ല. അദ്ദേഹം സുബഹി നമസ്കരിക്കുമ്പോൾ 10 വർഷത്തെ ഭരണം കഴിഞ്ഞ് അവസാനം ഷഹീദായി മരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി സുബഹി നമസ്കരിക്കുമ്പോൾ അടിവയറ്റിന് കുത്തുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ഷഹീദായിട്ട് വീണ് മരിക്കുന്ന ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ജമാഅത്തിൽ മഹദിയായ ആത്തിക്ക റളിയല്ലാഹു അൻഹ ഉണ്ട്. വേറെയും പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്തും റസൂലുള്ളാഹിന്റെ കാലശേഷവും പള്ളിയിൽ ഇത്തിക്കാഫിരുന്നു. സ്വഹീഹ് ബുഖാരിയിലില്ലേ? ജാഹിൽ മൗലവി പൊട്ടത്തിനെ വിളിച്ചു പറയാം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിട്ടുള്ള മഹദികളെ പോലും ഈമാൻ ഇല്ലാത്ത പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചവർ എന്ന് പറഞ്ഞാൽ, ഈ ജാഹിൽ മൗലവിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാടത്തെ പണിക്ക് പാടത്ത് തന്നെ കൂലി കൊടുക്കുന്നത്. പിന്നൊരു പൊട്ട അബ്ദുൽ നസീർ അസ്സരി എന്ന പൊട്ട, വഹാബിയത്തിലെ പുതിയ പൊട്ട. പേരോടായാലും ആര് ചെല്ലെങ്കിലും നേര് ചെല്ലിയത് നേരല്ലേ. പിന്നെ പേരോടിന് കിട്ടേണ്ടത് തന്നെ. അതല്ലെങ്കിൽ അവൻ ചെല്ലിയിൽ കുറച്ച് സത്യമുണ്ട്. ഹിജാബിൻ്റെ ആയത്തിൻ്റെ ശേഷം പെണ്ണ് പള്ളിയിൽ പോയിട്ടില്ല, അതിന് മുമ്പാണ് പോയത് എന്ന് നേരത്തെ ഈ പേരോട് പ്രസംഗിച്ചുകൊണ്ടാണ്. ഹിജാബിൻ്റെ ആയത്തിറങ്ങലോടുകൂടി പെണ്ണ് പള്ളിയിൽ പോകൽ നിർത്തപ്പെട്ടു പോയി. അപ്പം അതിന് മുമ്പ് പോയിട്ട് ഉണ്ടെങ്കിൽ അത് തെളിവല്ല. അങ്ങനെ കാനത്തിൽ കിലാബ് തുഖ്ബിലു തുദ്ബിറു ഫിൽ മസ്ജിദ് ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കാലത്ത് മദീനത്തെ പള്ളിയിൽ പട്ടി വരാറുണ്ടായിരുന്നു എന്നൊക്കെ ബുഖാരിയിലില്ലേ? ഇനിയിപ്പോൾ പട്ടിനെ കൊണ്ടുപോയിക്കോ പള്ളിക്ക് എന്നെല്ലാം പ്രസംഗിച്ച് ഈ മനുഷ്യ. അപ്പം അത് ശരിയല്ല. കാരണം എന്തുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കാൻ കാരണം, അന്ന് അവരെ വാദം പെണ്ണ് പള്ളി പോലെ ഹറാം എന്നാണ്. ഈ നെല്ലിക്കുത്ത് പഠിപ്പിച്ചു കൊടുത്ത വാദം. അതിൻ്റെ ബാക്കിലായിരുന്നു അവർ. ഇപ്പോൾ കുറേ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുണ്യേത് എന്നുള്ളിടത്താണ് അവരും ഉള്ളത്. വാസ്തവത്തിൽ 4 മദ്ഹബിൻ്റെയും ഇമാമിങ്ങൾ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായക്കാരാണ്. പുരുഷന്മാർ പോകുന്ന ജുമാ ജമാഅത്തുകളിൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പള്ളിയിൽ കൂടുതൽ പുണ്യം കിട്ടുമെന്നുള്ള നിലക്ക് പുരുഷന്മാർ പള്ളിയിൽ പോകും പോലെ പെണ്ണ് പള്ളിയിൽ പോകേണ്ടതുണ്ടോ എന്നുള്ളത് ആ ചർച്ച. അതാണ് വഹാബികളിൽ നിന്ന് നടത്തുന്നതും. പെണ്ണുങ്ങളും ആണുങ്ങളെ പോലെ തന്നെ പള്ളിയിൽ പോയിട്ടിരിക്കുന്നത് പുരയെന്ന്. ആ നിസ്കാരത്തിന് പുണ്യം കൂടുതലാണോ അല്ല പുരയിലിരിക്കുമ്പോൾ കൂടുതൽ? അത് ആണുങ്ങൾക്ക് എത്രയോ ഇരട്ടിക്കരട്ടി പള്ളിയിലാണെങ്കിൽ പെണ്ണിന് യൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നല്ലാഹുവിൻ്റെ റസൂൽ വ്യക്തമായി പറഞ്ഞിരിക്കെ അതിനെതിരിൽ പള്ളിയിൽ പോകുന്നത് കറാഹത്താണെന്നാണ് 4 മദ്ഹബ്. അതിനർത്ഥം പള്ളി പോയാൽ നിസ്കരിച്ചാലൊന്നും സ്വീകരിക്കല, അത് സഹിയാവല എന്നൊന്നുമല്ല. കൂടുതൽ കൂലി വേണമെങ്കിൽ അടക്കുവാണോ പള്ളിക്ക് പോകണം? വേണ്ട. പുരയിൽ നിസ്കരിച്ചെങ്ങനെ കൂടുതൽ കൂലി? അപ്പോൾ കൂടുതൽ കൂലി കിട്ടുന്ന നിലയ്ക്കിട്ട് അവിടെയൊക്കെ പോകണമെങ്കിൽ തലക്ക് പട്ടാണ്ടേ എന്നാണ് സുന്നികൾ പണ്ടേ ചോദിച്ചത്. പേരോട്ടും അതുപോലത്തെ ആളുകൾ അന്ന് ചോദിച്ചത് ഹറാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പള്ളിക്കോല് മാത്രം ഹറാം, അല്ലെങ്കിൽ മക്കാമലക്കോല് ഹറാമില്ലേ എന്നെല്ലാം തിരിച്ചു ചോദിച്ചോർ.
അങ്ങനെ ഹറാമാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ കാലത്ത് പോയില്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്നാൽ ആയിത്തിക്ക് ബീബി റളിയല്ലാഹു അൻഹ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഭാര്യയല്ലേ, ഉമർ എന്നൊരു ഭരണകാലത്തും പള്ളി പോയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അടിച്ചിന് പറഞ്ഞു, മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞ വിഷയം. അത് വെച്ചിട്ട് ആണുങ്ങൾ പോകുന്ന പള്ളിക്ക് പെണ്ണുങ്ങൾ പോവാത്ത ഒരു സംസ്കാരം നിലനിൽക്കുന്ന നമ്മളെ നാട്, മക്കത്ത് പോയെങ്കിൽ പോകുന്നില്ലേ, മദീനത്ത് പോയെങ്കിൽ പോകുന്നില്ലേ കേൾക്കണ്ട. അവിടെ മക്കത്ത് പോകുന്നത് പിന്നെ ത്വാഫിനും മറ്റും വേണ്ടിയിട്ട് പള്ളിയിൽ പോയേ പറ്റും. ആ പോയ സമയത്ത് അവിടെ നിസ്കരിക്കേണ്ടിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിക്കൽ ഹറാമൊന്നുമല്ലല്ലോ ഏപ്പിക്കാർ പറഞ്ഞ പോലെ. കൂടുതൽ കൂലിയുള്ളത് പലപ്പോഴും ഒഴിവാക്കിയിട്ട് കുറഞ്ഞ കൂലി ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാറില്ലേ. അതേപോലെ ത്വാഫിന് പോയപ്പോൾ നിസ്കരിക്കേണ്ടി വന്നപ്പോൾ നിസ്കരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പോയാലും നിസ്കരിക്കുന്നുണ്ട്. മദീനത്ത് പോയാലും റൗളാൻ സിയാറത്തിന് മറ്റും പോയാലും അവിടെ നിസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ നിസ്കരിക്കൽ കൂടുതൽ കൂലിയൊന്നുമല്ല. അവിടെ നിസ്കരിക്കാതെ ഒരാൾ തവാഫ് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോയി ഒരു പെണ്ണ് നടന്ന് കഷ്ടപ്പെട്ട് അവിടെ റൂമിൽ നിന്ന് നിസ്കരിച്ചാൽ കൂലിയാറ് തന്നെ, ഒരു സംശയമില്ല. കാരണം ഉപയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്നുള്ളത് റസൂലുള്ളാഹിൻ്റെ വ്യക്തമായ ഹദീസാണ്. എന്നാലും അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല, ഏപ്പിക്കാരൊഴികെ. പണ്ട്, ഇന്നവർ പറയുന്നില്ല, അങ്ങനെ മാറിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂടുതൽ കൂലി പരയിലാണെന്നുള്ളതിൽ സംശയമില്ല. ആ സംസ്കാരമാണ് നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്നത്. പെണ്ണ് പള്ളിയിൽ പോവാതെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന പരയിലെ നിസ്കാരത്തിൽ പെണ്ണുങ്ങൾ ഏർപ്പെടുക, പള്ളിയിലെ നിസ്കാരത്തിൽ ആണുങ്ങളും പോവുക. ഈനെ തച്ചു തകർത്തിട്ട് ഇല്ലാത്ത ഒരു പൊതുരംഗത്തേക്കും പെണ്ണിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ചിട്ട് നിയമങ്ങളൊക്കെ പാലിച്ചു പോകുമ്പോഴാണ് ഈ മസല, കറാഹത്ത് എന്നുള്ള മസല. അതേ സമയത്ത് നിയമം തെറ്റിച്ചു പോവുകയാണെങ്കിലോ അത് അടക്കം പോലും ഹറാമാവും. നമ്മൾ ഇന്നത്തെ പെണ്ണുങ്ങളെ നിയമം പാലിച്ചിട്ട് കൊണ്ടുപോകാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ കറാഹത്ത് എന്നുള്ള അസലും മസലും വിട്ടിട്ട് ആരുള്ളായ കാരണം കൂടിയേ ഇന്നത്തെ പെണ്ണുങ്ങൾ പോവൂ, എവിടെ പോകുന്നെങ്കിലും. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇല്ലാത്ത ഒരു രംഗത്തേക്ക് കൂടി പെണ്ണിനെ കൊണ്ടുവരണ്ട എന്ന അർത്ഥത്തിൽ ഈമാനുള്ള ഒരൊറ്റ മോമിനും പള്ളിയിൽ പോവേല എന്ന് പേരോട് പറഞ്ഞെങ്കിൽ അതിന് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പ്രസംഗം, പഴയ പ്രസംഗമല്ല പറയുന്നത്, ഇപ്പോഴത്തെ പ്രസംഗം അത് കറക്റ്റ് തന്നെയാണ്. അവിടെ മറ്റിടത്തേക്ക് പോകുന്നില്ല, അവിടെ പോകുന്നില്ല എന്നൊന്നും ചോദിക്കണ്ട. മക്കാമിലേക്ക് പോകുന്നത് കൂലി കിട്ടാനല്ല. അതായത് കൂലി പരലിരുന്നെങ്കിൽ കിട്ടും, മക്കാമിലേക്ക് പോയെങ്കിൽ കൂലി കുറച്ചൊന്നും അവിടെയും ഇല്ല. മക്കാമിലേക്ക് പോകുന്നത് മഹാന്മാർ ലിയന്നഹും യസിലു മിൻഹും മദദുൻ ഉഖ്റവിയ്യുൻ ലാ യുൻകിറൂന ഇല്ലൽ മുഹറമൂൻ എന്നാണ് തുഫൈൽ ഇബ്നു നജർ തങ്ങൾ പറഞ്ഞത്. മഹാന്മാരെടുത്ത് പോയാൽ അബൗദ്ധികമായ സഹായങ്ങൾ ലഭിക്കും അവരിൽ നിന്ന്. അത് ഭാഗ്യം കെട്ടവനല്ലാതെ നിഷേധിക്കല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അവിടെ പോകണ്ടേ. അതുകൊണ്ട് തന്നെ മഖാമിലെ സിയാറത്ത് പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് അസലിൽ. ആരുതായ കാരണം വരുമ്പോൾ ഹറാമ അവിടെയും വരും. അതേപോലെ ഷോപ്പിങ്ങിന് പോകുന്നത് സാധനം വാങ്ങാൻ, അത് പരലിരുന്ന് കിട്ടാല്ല, അത്യാവശ്യമാണെങ്കിൽ പെണ്ണ് പോയി വാങ്ങിക്കൊണ്ടുവരേണ്ടി വരും. അതേപോലെ കല്യാണത്തിന് പോകുന്നത്, തക്കാരത്തിന് പോകുന്നതിൽ പരലിരുന്ന് നടക്കുകയല്ല. അതേ സമയത്ത് നിസ്കരിക്കാൻ പോകുന്നതിന് കൂലി കിട്ടാനാണ്, വേറെ ഒരു ഉദ്ദേശം അവിടെ ഇല്ല. കൂലി ആറുള്ള പരയിൽ, പിന്നെ അതിന് പള്ളി പോകുന്നത് തലക്ക് പട്ട്, അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബട്ടം പരിപാടി ചെയ്യാൻ ഈമാനുള്ള മോമിനെ കിട്ടല എന്നാണ് ആ പറഞ്ഞത്. ഇത് ഈ പൊട്ടന് തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ അർത്ഥത്തിൽ പറഞ്ഞതിന് ഈ അസരി സ്വഹാബി വനിതകൾക്ക് ഈമാനില്ലേ എന്ന് തലക്കെട്ട് കൊടുത്തിട്ട് വലിയ ആളെപ്പോലെ ഇങ്ങനെ ചോദിക്കാൻ ഇയാളെ ജഹാലത്തും ഹമാക്കത്തുമാണ് ഈ ചോദ്യത്തിലൂടെ ഇയാൾ ഒളിവാക്കുന്നത്. മനസ്സിലായില്ലേ? സ്വഹാബി വനിതകൾക്ക് ഈമാനില്ല എന്നാരും പറഞ്ഞു. എന്തായി പറയുന്നത് ഇയാൾ? ഈമാനുള്ള മോമിനീങ്ങൾ നാട്ടിൽ അള്ളാൻ്റെ റസൂല് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കലാണ് പെണ്ണിൻ്റെ അടിസ്ഥാന ജോലി എന്ന് പഠിപ്പിച്ചിരിക്കെ, ദീൻ പഠിപ്പിച്ചിരിക്കെ, ആ സംസ്കാരം നല്ല നിലയിൽ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അതിനെ തച്ചു തകർക്കുന്ന വിധത്തിൽ ഇല്ലാത്ത ഒരു രംഗത്തേക്ക് കൂടി പെണ്ണിനെ കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ പോകുന്നത് കൊണ്ട് വല്ല പുണ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു കൂടുതൽ. അതില്ലതാനും. കൂടുതൽ പുണ്യ നിസ്കാരത്തിന് പള്ളിയിലാണ്, അല്ല വീട്ടിലാണ് പെണ്ണുങ്ങൾക്ക്. വേറെ വല്ല ആവശ്യത്തിനും അല്ലല്ലോ പള്ളിയിൽ പോകുന്നത്. മറ്റ് ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അല്ലല്ലോ. ഇവിടെ കൊണ്ടുള്ള ആവശ്യം ഒറ്റ ഒന്ന് പുണ്യം കിട്ടാൻ, അത് കൂടുതൽ പരിയിരുന്നറിവിന് അങ്ങോട്ട് പോകുന്നതിന്. അപ്പോൾ ഇല്ലാത്ത ഒരു രംഗത്തേക്ക് പോയിട്ട് ഇല്ലാത്ത ഫിത്തനകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ആ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതിന് ഞാൻ എന്ത് പറയാനാ. പിന്നെ ഇയാൾ പിന്നെ പറയുന്നത് സ്വഹാബത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ ഇത്തിക്കാഫിരുന്നില്ല. ഇനിയിപ്പോൾ ഇത്തിക്കാഫിരിക്കുന്ന മസല ജുമാ ജമാഅത്തിന് പുരുഷന്മാരുടെ കൂടെ ബാങ്ക് കേൾക്കുമ്പോൾ ആണുങ്ങൾ പള്ളി പോകുമ്പോൾ പോലെ പെണ്ണുങ്ങൾ പോകുന്ന വിഷയമാണ് ഇപ്പോൾ ഈ ചർച്ച. ഇയാൾ ആടുന്ന് തന്നെ അപ്പക്കപ്പം വിഷയം മാറ്റിയിട്ട് ഇതൊന്നും പൊതുജനങ്ങൾക്ക് തിരില്ല എന്ന്
മനസ്സിലാക്കിയിട്ട് ഇയാളെ ഹമാക്കത്ത് വിളിച്ചു പറയുന്നതിലൂടെ നമുക്ക് ഇയാളെ ഹംക്ക് എന്ന് മനസ്സിലാവുന്നല്ലാണ്ട് വേറെ എന്ത് കാര്യമാണ് അതിലുള്ളത്? സ്വഹാബി വനിതകളും ഉമ്മഹത്തുൽമീങ്ങൾപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ഏത്തികാഫ് വരുന്ന ഹദീസുകളൊക്കെ ഉണ്ട്, അതിനാരും എതിർ പറഞ്ഞിട്ടില്ല. നമ്മളെ ചർച്ച അതൊന്നുമല്ല. 5 വഖത്തിലെ ജമാഅത്തിന് പുരുഷന്മാരെ പോലെ തന്നെ പരയിൽ നിസ്കരിക്കാതെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകേണ്ടതുണ്ടോന്നാ? ആണുങ്ങൾ തിരുവന്ന് പുരയിൽ പായില്ലാത്തതുകൊണ്ടല്ല, ഒന്നും എടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, വെള്ളമില്ലാത്തതുകൊണ്ടല്ല, നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടുമല്ല, കൂടുതൽ പുണ്യം പള്ളിയിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ പോകുന്നത് കൊണ്ട് പെണ്ണുങ്ങൾക്ക് നേട്ടമുണ്ടോ? ഇല്ല. എന്തേ? വീട്ടിൻ്റെ അകത്ത് വെച്ച് നിസ്കരിക്കൽ ഏറ്റവും പുണ്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. സ്വലാത്തുക്കി ഫീ ഹുജറത്തിക്ക് ഖൈറുല്ലക്കി മിൻ സ്വലാത്തിക്ക് ഫീ ബൈത്തിക്ക്, സ്വലാത്തുക്കി ഫീ ബൈത്തിക്ക് ഖൈറുല്ലക്കി മിൻ സ്വലാത്തിക്ക് ഫീ ദാരിക്ക്, സ്വലാത്തുക്കി ഫീ ദാരിക്ക് ഖൈറുല്ലക്കി മിൻ സ്വലാത്തിക്ക് ഫീ മസ്ജിദി ഖൗമിക്ക്, സ്വലാത്തുക്കി ഫീ മസ്ജിദി ഖൗമിക്ക് ഖൈറുല്ലക്കി മിൻ സ്വലാത്തിക്ക് ഫീ മസ്ജിദീന. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പള്ളി നിസ്കരിക്കാൻ പാടില്ല എന്നോട് വിലക്കിയില്ല. പക്ഷെ അതിലും പുണ്യം നിൻ്റെ വീട്ടിൻ്റെ ആരും കാണാത്ത സ്വർണവും മറ്റുമൊക്കെ സൂക്ഷിക്കുന്ന ഇരുട്ടറയിൽ വെച്ച് നിസ്കരിക്കുന്നതിന് കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ സുന്ദരമായ മുഖം ഇവിടെ നിലനിൽക്കെ അതിനെ തകർക്കേണ്ടതുണ്ടോ? ആ കൂലി പെണ്ണിന് കുറച്ച് കിട്ടാൻ വേണ്ടി ഇത്രയും പരിശ്രമിച്ച് പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നാണ് ഞങ്ങളെ ചർച്ച. ഇത് മനസ്സിലാക്കാനുള്ള തലച്ചോറ് ഇയാൾക്കില്ല. എന്ന് മാത്രമല്ല, ഇയാൾ ഇത്രയെല്ലാം വലിയ വായിൽ പറഞ്ഞില്ല. ആത്തിഖ് ഹബീബ് റളിയല്ലാഹു അൻഹു പോയി, നമ്മൾ സമ്മതിക്കുന്നു, അത് പോയത് പുണ്യം കൂടുതൽ കിട്ടും എന്നുള്ള നിലക്കായിരിക്കില്ല. റസൂലുള്ളാഹിൻ്റെ പിന്നികരിക്കാൻ അല്ലെങ്കിൽ ഉമറുൽ ഫാറൂഖ് തങ്ങളെൻ്റെ ഭർത്താവിൻ്റെ പിന്നികരിക്കാൻ പള്ളിയിൽ പോകാതെ പറ്റുമോ എന്ന നിലക്ക് 36 പോയിട്ടുണ്ടാവാം. അത് ഒറ്റപ്പെട്ട സംഭവം എന്നല്ലാതെ ബഹുഭൂരിപക്ഷം പെണ്ണുങ്ങളും പള്ളിയിൽ വരുന്ന സമ്പ്രദായം അന്നില്ല. എന്ന് മാത്രമല്ല, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം വളരെ വ്യക്തമായി ഇഖ്തിലാഫുൽ ഹദീസിൽ. وقد كان مع رسول الله صلى الله عليه وسلم نساء من أهل بيته وبناته وخدمه ومولياته وخدم أهل بيته. റസൂലുള്ളാഹിൻ്റെ കൂടെ അവിടുത്തെ പെൺമക്കളുണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു, പരിചാരികമാരുണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടും فما علمت أحدا منهن امرأة خرجت إلى شهود جمعة ولا إلى جماعة غيرها. അവരിൽ ഒരൊറ്റ പെണ്ണുങ്ങളും ഒരു ജുമഅക്കോ ഒരു ജമാഅത്തിനോ തൊട്ടടുത്ത മുറിയിൽ നിന്നും പള്ളിയിലേക്ക് കാലെടുത്ത് വെച്ചതായിട്ട് ഞാൻ അറിയില്ല എന്നാ പറയുന്നത് ഷാഫി ഇമാം. എന്തുകൊണ്ടറിയില്ല? അങ്ങനെ പോയിട്ടില്ല. എന്താ അവർ പോവാത്തത്? പുണ്യം കൂടുതൽ വീട്ടിലാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതുകൊണ്ടാണ്. ആരെങ്കിലും ചില പെണ്ണുങ്ങൾ വന്നിരിക്കാം, റസൂലുള്ളാഹിൽ നിന്ന് മസല കേൾക്കാൻ വന്നിരിക്കാം, മറ്റു ആവശ്യങ്ങൾക്ക് വന്നിരിക്കാം, അപ്പോൾ പള്ളിയിൽ കരിച്ചിരിക്കാം, അതിലൊന്നും നമുക്ക് ചർച്ചയില്ല. പെണ്ണിന് എവിടെയാ പുണ്യം ആണ് എന്നതാണ് വിഷയം. റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് പുണ്യം കൂടുതൽ പള്ളിയിലാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൃത്യമായി തന്നെ മുഴുവൻ സഹാബത്തും സ്വഹാബി വനിതകളും പള്ളിയിൽ വരുമായിരുന്നു. ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും പള്ളിയിൽ വരുമായിരുന്നു. അത് ഒരിക്കൽ പോലും വന്നിട്ടില്ല നിസ്കരിക്കാൻ വേണ്ടി എന്നാണ് ആര് പറയുന്നത്? ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. തുടർന്നുകൊണ്ട് മഹാനർ ഇഖ്തിലാഫുൽ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്, പുണ്യം കൂടുതലുള്ള ഒരു കാര്യം ഏതാണെന്ന് മറ്റ് പെണ്ണുങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്കും പെൺമക്കൾക്കുമല്ലേ? അവർ പോയില്ല. പുണ്യത്തോട് കൂടുതൽ അത്യാർത്തിയുള്ളവരും അവരല്ലേ? അവരത് ചെയ്യാൻ തയ്യാറായില്ല. ഇനി അതുപോട്ടെ, റസൂലുള്ളാഹി തങ്ങൾ സ്വന്തം ഭാര്യമാർക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി ഏറ്റവും പുണ്യമുള്ള ആ സംഗതി തടഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെ നോക്കിയാൽ എല്ലാ അർത്ഥത്തിലും വലൗകാന ഫീഹിന്ന ദാലിക ഫളുൻ, അവർക്ക് എന്തെങ്കിലും അതിൽ ഫളുൽ ശ്രേഷ്ഠത പുണ്യം ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി അത് ചെയ്യുമായിരുന്നു, പോകാൻ പറയുമായിരുന്നു. അത് ചെയ്തിട്ടില്ല എന്നുള്ളത് പുണ്യം കൂടുതൽ വീട്ടിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫുൽ ഹദീസിൽ വളരെ വ്യക്തമായും പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാർ നമ്മുടെ രാജ്യത്ത് ഈ സംസ്കാരം നിലനിർത്തിയത്. അതിനെ തകർക്കാൻ ഒരു പറ്റം ലിബറലിസം ബാധിച്ച ഇസ്ലാമിൻ്റെ അകത്ത് യുക്തിവാദികളായ ഈ വഹാബികൾ, ആ വഹാബികൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ അവരുടെ ആശയത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത തലേക്കെട്ട വഹാബിയായ ഈ അസ്ഹരിയെ പോലത്തെ വിവരദോഷികൾ ഹമാഖത്ത് പറയുന്നതിന് ആരും ചെവിക്കൊള്ളേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്.